ഇത് ഇനി കരക്ക് കൊണ്ടുപോയിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. പച്ചക്ക് കഴിക്കാൻ പറ്റുമോ? ആ കഴിച്ചോ. ഓ, ഇവരുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുമ്പോൾ ഈ സംഭവമാണ് കേട്ടാ. നമസ്കാരം. കയ്യിലുള്ളത് കല്ലുമ്മ കക്ക എന്ന് പറയും, മുരി എന്ന് പറയും, മുരിയിറച്ചി എന്ന് പറയും. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് കളക്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ്. മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണ് ഇത് ഈ കയ്യിലിരിക്കുന്ന സാധനം. ഇത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവർ പോയി കളക്ട് ചെയ്യുന്നത്. ഒരു 3-4 മണിക്കൂർ എടുത്തിട്ട് ചെത്തി വേണം നമ്മുടെ ഈ ഒരു കക്ക എടുക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്ത്, അതായത് കായംകുളം കായലിനോട് ചേർന്നിട്ടുള്ള പൊഴിമുഖത്ത് ഉപ്പ് കലർന്ന സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇത് പലർക്കും ഒരു സംശയമുണ്ട്, ഇത് എങ്ങനെയാണ് കറി വെക്കേണ്ടത്. ഇതിന് വിലയെന്ന് പറയുന്നത് 250 രൂപയ്ക്കാണ് ഈ ഒരു സാധനം ഇവർ വിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സാധനം എന്ന് പറയുന്നത് പുറത്ത് നല്ല എമൗണ്ട് വരുന്നതാണ്. വലിയ വലിയ ഹോട്ടലിലൊക്കെ നല്ല എമൗണ്ട് വരുന്ന സാധനമാണ് അല്ലേ ചേച്ചി? വറുത്ത് കഴിക്കാം, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യാം. അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടാണ് കൂടുതൽ പേരും കഴിക്കുന്നത്. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇത് ഗൾഫിലേക്കൊക്കെ പോകുന്നവർ ഇവിടുന്ന് ചെയ്ത് കൊണ്ടുവരില്ലേ? ചെയ്ത് കൊണ്ടുപോകും. അച്ചാറിട്ട് കൊണ്ടുപോയി വറുത്തും കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും അച്ചാറിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും, ആൾക്കാരൊക്കെ വാങ്ങിച്ചോളും. അച്ചാറൊക്കെ അവര് തന്നെ ഇടുന്നത്. നമ്മളോട് അച്ചാറിന്റെ പരിപാടിയൊന്നും പറയാം. നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ വറുത്തൊക്കെ കൊടുക്കും. കണ്ടത് ഇവരൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കഴിച്ചു കാണിക്കുന്ന രാജുണ്ടെന്ന് കഴിച്ചു കാണിച്ചു. രാജുവച്ചൻ കഴിച്ചു കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പച്ചക്ക് ചെറുതോട് പച്ചക്ക് കഴിക്കുന്നു. ഇല്ല, ഓട്ടിയൊന്നും ഇല്ല. നോക്കണ്ട, ഓട്ടി ഉണ്ടോ നോക്കൂ. പച്ചക്ക് മുരിയിറച്ചി കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ എന്തോ വേണം, അതേ നോക്കണം. കഴിച്ചോ. ഓ, ഇവരുടെയൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുമ്പോൾ ഈ സംഭവമാണ് കേട്ടാ. പച്ചക്ക് കഴിച്ച് അസുഖം പിടിക്കത്തില്ല. ആത്മാന അസുഖത്തിനും വലിവിനും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പോൾ പലർക്കും സംശയമുണ്ട്. ഇത് കണ്ട, ഈ സാധനമാണ് പീലിക്കക്ക എന്ന് പറയുന്ന സാധനം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടത് വേവിച്ച് നമ്മളിങ്ങനെ വെക്കും. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു, കടുക് നമ്മൾ കടുക് അങ്ങോട്ട് ഇടുന്നു. നല്ല ഇഞ്ചി, കൊച്ചുള്ളി, കടുക് പൊട്ടി. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേച്ചി ഇടുന്നത്? ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇത്രയും കൂടി ഇട്ട് നമ്മൾ വാട്ടിയെടുക്കും. വാട്ടിയെടുത്തിട്ട് ഇത് അതിനകത്തോട്ട് തട്ടുക. അത്രേ ഉള്ളൂ പരിപാടി. ഓ, നമുക്ക് തട്ടിക്കോ. അപ്പം ഞാൻ ഈ പാചകം കുക്കിങ്ങും കൂടെ പഠിക്കുകയാണ് കേട്ടോ. കാരണം നാളെ ഇവിടുന്ന് സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന രീതിയും കൂടെ പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ ചേച്ചി ഇങ്ങനെ ചെയ്തും കൊടുക്കുന്നുണ്ടോ ആൾക്കാർക്ക്? അത്യാവശ്യം നന്നായിട്ട് ആ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ ആ മീറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അല്ലേ? നന്നായിട്ട് വഴറ്റിയെടുക്കണം അതല്ലേ? അപ്പോൾ കല്ലുമ്മക്കക്ക ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഇറച്ചിയാണ് ഇത്. നമ്മൾ എന്തൊക്കെ ചേർത്തിരിക്കുന്നത്? ഇതിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച്. അത്ര മാത്രം സാധനമേ ഉള്ളൂ കേട്ടോ. നമ്മളിത് ഇറച്ചിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ആ ഇറച്ചിയുടെ ആ ഷേപ്പൊക്കെ മാറി കണ്ടോ? ഇതാണ് മുരിയിറച്ചി ഓയിസ്റ്റർ ചെയ്യുന്ന രീതി. നമ്മൾ സാധാരണ കക്കയിറച്ചി ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ച് മാറ്റങ്ങളുണ്ടല്ലേ? ഈ പലർക്കും സംശയമുണ്ട്, ഇത് വെന്തിട്ട് ഈ വെള്ളം മാറ്റണം. ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും അല്ലേ ചേച്ചി? വാ, ഇതിനകത്ത് ഇനി എന്തൊക്കെയാ ചേർക്കണ്ടേ? ഇതിനകത്ത് ഇനി നമ്മൾ ഇടുന്നത് ഇച്ചിരി ഉപ്പിടും. ശകലം ഉപ്പിടും, കുരുമുളക് പൊടി ഇടും, പിന്നെ നമ്മൾ പെരിഞ്ജീരകം ഇടും, മുളക് പൊടി ഇടും. മസാല ഇടത്തില്ലേ? മസാല വേണ്ട ഇതിന്. ഇനി നമ്മൾ ഈ കല്ലുമ്മ കക്കായിൽ ചേർക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് ഓരോ ആൾക്കാരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇച്ചിരി ചേർക്കണം. ഒരു കുത്തൽ വേണമല്ലോ, എരിവ് വേണമല്ലോ. കുരുമുളക്, ഇനി ശകലം ഉപ്പിടും. മസാല വേണ്ട, ഈ പെരിഞ്ജീരപ്പൊടി മാത്രം ഇട്ടാൽ മതി. പെരിഞ്ജീരപ്പൊടി മാത്രം ഇട്ടാൽ മതി. അതാണ് അതിന്റെ ടേസ്റ്റ്. ഓക്കെ, ചേച്ചി അടിപൊളിയായിട്ട് കുക്കിങ്ങും ചെയ്യും കേട്ടോ. നമ്മുടെ ജോലിയെ കഷ്ടപ്പാടാ അല്ലേ ചേച്ചി? മുളക് പൊടി, നല്ല ചൂട് പൊറോട്ട ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനമല്ലേ? ഇപ്പൊ തിന്നോക്കുമ്പോ പറയും ഇനിയും വേണമെന്ന് പറയും. ഇത്ര ഉള്ള കാര്യമല്ലേ? കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് എണ്ണ ഒഴിക്കണ്ട. അതിനകത്ത് കുറച്ച് കൂടുതൽ എണ്ണ വേണ്ട അല്ലേ?
സംഭവം സെറ്റായി. അപ്പോൾ ദേണ്ട പിടിച്ചോ, ഈ സാധനമാണ് മുരിയിറച്ചി എന്ന് പറയുന്ന സാധനം. ചേച്ചി ഞങ്ങളെയും കൊണ്ട് പോയിട്ട് മുരിയിറച്ചി കളക്ട് ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ കാണിച്ചു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുകയാണ്. മസാലയും കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ഒരു കൂട്ട് നിങ്ങൾക്കായിട്ടും കൂടെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം കഴിക്കാൻ. ഈ സാധനം എന്ന് പറയുമ്പം കക്കായിറച്ചി ചെയ്യുന്ന ഒരു രീതിയല്ല, മറ്റൊരു രീതിയിലാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ഒന്നാം തരം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചേച്ചി പറഞ്ഞത് വെറുതെ അല്ല, ഈ സാധനം കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അതുള്ളതാണ് കേട്ടോ. നമ്മൾ കക്ക കഴിക്കുന്നതല്ല, മറ്റൊരു ടേസ്റ്റാണ് കേട്ടോ. പൊളി സാധനം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ആ കുരുമുളകും അതുപോലെ തന്നെ ആ കടുവും ആ ഉള്ളിയും എല്ലാം കൂടെ ചേരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാടങ്ങ് വേവിക്കേണ്ട കാര്യമില്ല, നോർമലി ഒരു വേവ് മതി. കാരണം ഇത് പച്ചക്ക് കഴിക്കുന്ന ഒരു സാധനമല്ലേ. പൊളി. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? ഞാൻ പൊതിഞ്ഞു തരാം. കൊള്ളാം, സംഭവം ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പം ചേച്ചി ഇതുപോലെ ഉണ്ടാക്കിയും കൂടെ കൊടുക്കും, ചെയ്തും കൊടുക്കും. നിങ്ങൾക്ക് കക്ക വേണമെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സാധനം ഇതുപോലെ ചെയ്ത് വേണമെങ്കിലും ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ അഴീക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട് ചേർന്ന് ക്ലാപ്പന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടേസ്റ്റും ആസ്വദിക്കാം. നമ്മുടെ മൂരി ഇറച്ചി വേണമെങ്കിൽ കളക്ട് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. നല്ല വീണ്ടും കഴിക്കട്ടെ, നല്ല ടേസ്റ്റ്. കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട്.